ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിന്റെ പാണ്ഡ്യൻ സ്റ്റോറിലെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ തമിഴിലെ സെയിം ഭാഗം തന്നെയാണ് നമ്മുടെ സാന്ത്വനം 2 വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ റിവ്യൂ തന്നെയല്ലേ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ റിവ്യൂ ആയിട്ട്. ഇത് നാളെ അടിപൊളി എപ്പിസോഡാണ്, നമ്മുടെ തമിഴിലെ ഏറ്റവും ഗംഭീര എപ്പിസോഡാണ്. അപ്പൊ ആ എപ്പിസോഡ് നാളെ മലയാളത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ മീനാക്ഷി നമ്മുടെ ധർമ്മനോട് പറയുന്നുണ്ട്, മാമനൊന്ന് കൃഷ്ണമംഗലം വരെ ഒന്ന് പോണം, പോയതിനു ശേഷം ഒന്ന് പറയണം, എനിക്ക് അനുവിനൊന്ന് കാണണം, അനുവിനെ എന്തെങ്കിലുമൊക്കെ തന്ത്രത്തിൽ പുറത്തേക്ക് കൊണ്ടുവരണം, എനിക്ക് അവളോട് മാത്രമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എനിക്ക് അവളെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് ധർമ്മം പറയുമ്പോ, മാമ എനിക്ക് അത്യാവശ്യമായിട്ട് അവളോട് സംസാരിക്കണം, അതുകൊണ്ടിട്ടാണ് മാമൻ എങ്ങനെയെങ്കിലും അവളൊന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മനാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് പോവാട്ടോ. അതേസമയം നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അനു ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കുളിക്കാൻ പോണ സമയത്ത് അലോക് റൂമിൽ എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് അനു ഇന്നലെ കത്തി കാണിച്ച് പേടിപ്പിച്ചില്ലേ, ആ കത്തി അലോകിന്റെ കയ്യിൽ കിട്ടാണ്. അലോക് ആ കത്തി നന്നായിട്ട് നോക്കുന്നുണ്ട്. അതെ, നല്ല മൂർച്ചയുള്ള കത്തി തന്നെ, അതും വലിയ കത്തി തന്നെ. ഇത് വെച്ചിട്ടൊരു അവൾക്കൊട്ട് കുത്തിയാലോ, അവള് ഒരു സെക്കൻഡ് കൊണ്ട് ജീവന് വേണ്ടി പെടന് മരിക്കും, ഇങ്ങോട്ട് വരട്ടെ അവള്, ഇന്നലെ ഈ കത്തി കാണിച്ചിട്ടാണ് അവളെന്നെ പേടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ഇങ്ങനെ കാത്തിരിക്കാട്ടോ. ആ സമയത്താണ് അനു കുളി കഴിഞ്ഞ് വരുന്നത്. കുളി കഴിഞ്ഞ് വരുമ്പോ തന്നെ നമ്മുടെ അലോക് ആണെന്നുണ്ടെങ്കിൽ കത്തിയായിട്ട് അനുവിന്റെ അടുത്തേക്ക് പോവാണ്. അനു ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അലോക് പറയണ്ടേ, ഇന്നലെ ഈ കത്തി കാണിച്ചിട്ടാണ് നീ എന്നെ പേടിപ്പിച്ചത്, ഈ കത്തിച്ച് ഞാനിപ്പോ കുത്താൻ വേണ്ടി പോവാണ്, എന്നെ വേണമെങ്കിൽ കുത്തിക്കോ, പക്ഷെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും, എന്റെ വീട്ടുകാർക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോ ഞാനും നിങ്ങളും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനോട് ഉത്തരം പറയണമെന്ന്. നീ എന്ത് പറഞ്ഞൂടി എന്ന് പറഞ്ഞിട്ട് ഒറ്റയടി അനുവിന്റെ മുഖത്തേക്ക് കൊടുക്കാൻ പോകുമ്പോഴേക്കും അനു ഇങ്ങനെ അടി കൊള്ളുമ്പോഴേക്കും മാറി നിൽക്കുക കേട്ടോ. ആഹാ, അപ്പൊ നീ മാറി നിൽക്കാനൊക്കെ നിനക്ക് അറിയാലോ, അപ്പുറത്തെ കൈ വെച്ചിട്ട് ഒന്നും കൂടി വീശുന്നുണ്ട്. അപ്പോഴും അനു ഇങ്ങനെ തെന്നി മാറാണ്. അപ്പൊ വീണ്ടും ഒരു ഒറ്റ അടി മുഖത്തേക്ക് ഇങ്ങനെ ഒരു മുഷ്ടിനെ ചുട്ടിട്ട് ഒറ്റ അടി ഒരു ഒറ്റ ചവിട്ടി ഇങ്ങനെ കുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും അനു പെട്ടെന്ന് നിലത്തേക്ക് കുനിയാണ്. അപ്പൊ തന്നെ അലോകിന്റെ കൈ പോയി ഇരിക്കുന്നത് മതിലിലേക്കാണ്. അലോകിന് നല്ല വേദന എടുക്കും കേട്ടോ. അയ്യോ അമ്മേന്റെ കൈ പോയേന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയാണ്. അപ്പൊ രാജശ്രീയും അമ്മ മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് എന്ത് പറ്റി ചോദിക്കുമ്പോ അപ്പോഴേക്കും അനു പറഞ്ഞ അയ്യോ എന്ത് പറ്റി ഏട്ടാ, അയ്യോ ശ്രദ്ധിക്കേണ്ട ഏട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊഞ്ചിക്കലായിട്ട് അലോകിന്. അപ്പൊ രാജശ്രീ ഒന്ന് ചോദിക്കണ്ട, എന്ത് പറ്റി, എന്തൊരു ബഹളം. അതോ അലോകേട്ടൻ ഒന്ന് സ്കിപ്പായമേ, നേരത്തെ സ്കിപ്പായിരുന്നു. ഇവിടെ സ്കിപ്പാൻ വേണ്ടി എണ്ണയും വെള്ളമൊന്നും ഇല്ലല്ലോ, അത് തുണി ചവിട്ടി സ്കിപ്പായതാ. തുണിയോ, അതിനിവിടെ തുണിയൊന്നും കിടക്കുന്നില്ലല്ലോ. അതാണ് ഇപ്പൊ വലിയ കാര്യം. അലോകേട്ടന്റെ കൈ പോയത് കണ്ടില്ലേ, അലോക് നല്ല വേദന ഉണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞിട്ട് അലോക് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പോഴാണ് മുത്തശ്ശിയും രാജശ്രീയും ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു കട്ടിലിന്റെ സൈഡിൽ തന്നെ വേറൊരു കട്ടിൽ കിടക്കുന്നത്, രണ്ടും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അത് കാണുന്ന രാജശ്രീ ചോദിക്കേണ്ട, ആഹാ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രണ്ട് കട്ടിലാണോ കിടന്നത്? അയ്യോ എന്റെ അമ്മായി ഒന്നും പറയണ്ട, അമ്മായിയുടെ മകന്റെ കൂർക്കം വലി കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. എന്തൊരു കൂർക്കം വലിയത്, നമ്മളെ വായിലും മൂക്കിലും കൂടി കേട്ടുന്ന പോലത്തെ ഒരു കൂർക്കം വലിയ, അതുകൊണ്ട് ഉറങ്ങാനേ പറ്റിയില്ല എന്ന് പറയാണ് മുത്തശ്ശി. പറഞ്ഞ അത് നീ പറഞ്ഞ ശരി തന്നെയായിരിക്കും, പക്ഷേ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ അപ്പുറത്തെ കട്ടിലേക്ക് കിടക്കണ അത്ര നല്ലതല്ല, ഒരുമിച്ച് കിടക്കണേ നല്ലത്. എനിക്കറിയാം മുത്തശ്ശി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണു. രാജശ്രീ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അച്യുതേട്ടനെ മാത്രമേ കൂർക്കം വലിക്കുന്ന സ്വഭാവം ഉള്ളൂന്ന്, ഇപ്പതേ അലോകിനും ഉണ്ട് ആ സ്വഭാവം എന്ന് രാജശ്രീ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ട്, അത് നിന്റെ അച്യുതനെ മാത്രല്ല എന്റെ ഭർത്താവ്, അതായത് അച്യുതന്റെ അച്ഛനോ എന്തൊരു കൂർക്കം വലിയാണ്, കൂർക്കം വലി നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചിരിച്ചോണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ അലോകയുടെ കൈ ഇങ്ങനെ വേദനിച്ചിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് അനു വരുന്നുണ്ട്. അലോകേട്ടാ കൈന്റെ വേദന മാറിയോ എന്നൊക്കെ ചോദിച്ചടി, നീ എന്നെ കളിയാക്കണല്ലടി, മര്യാദക്ക് നീ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, നമ്മുടെ വിവാഹം ഒറിജിനൽ വിവാഹം അല്ലെന്ന് എല്ലായിടത്തും തുറന്നു പറഞ്ഞ നിനക്ക് നല്ലത് എന്നൊക്കെ പറയുമ്പോഴേക്കും അനു പറഞ്ഞ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അലോകേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോവേണ്ടി വരില്ലേ, ഞാനിപ്പോ അലോകേട്ടന്റെ ഭാര്യയല്ലേ, ഭാര്യ നിൽക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലല്ലേ, ഞാൻ പറയില്ല, നമ്മുടെ വിവാഹം ഒറിജിനൽ അല്ലെന്ന് ഞാൻ പറയില്ല എന്നൊക്കെ അനു വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ധർമ്മം വരുന്നത്. ധർമ്മം വരുമ്പോ തന്നെ അലോക ധർമ്മനെ കാണുമ്പോ തന്നെ അലോക് അപ്പുറത്തേക്ക് മാറി പോകുന്നുണ്ട്. അപ്പൊ അനു വേഗം തന്നെ ധർമ്മന്റെ അടുത്തേക്ക് പോകണം. മാമ അവിടെ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ധർമ്മം പറയണ്ട്, നിന്റെ അച്ഛനും അമ്മയും ചത്തട്ടില്ല അതുപോലെ എന്ന് ചോദിക്കുകയാണ്. മാമ എന്നോട് ദേഷ്യമാണ് എല്ലാവർക്കും, അല്ല നിന്നോട് ഭയങ്കര സ്നേഹക്കൂടുതലാണ്, അങ്ങനത്തെ പ്രവൃത്തിയാണല്ലോ നീ ചെയ്തത്, എനിക്ക് നിന്നോട് സംസാരിക്കാണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വരണം. ഇപ്പോഴോ? അതെ, എന്താ നിനക്ക് വരാൻ പറ്റില്ലേ? വരാം മാമ എന്ന് പറയാണ്. അങ്ങനെ വേഗം റെഡിയായിട്ട് നമ്മുടെ അനു ആണെങ്കിൽ മാമന്റെ കൂടെ, അതായത് ധർമ്മന്റെ കൂടെ അമ്പലത്തിലേക്ക് പോവാട്ടോ. അമ്പലത്തിലേക്ക് വരാനാണോ മാമൻ എന്നെ കൂട്ടിക്കൊണ്ടത്? അയ്യോ ഇവിടെ നിന്റെ രണ്ട് ഏടത്തിമാരുണ്ട് അമ്പലത്തിനുള്ളിൽ, നീ അവരെ പോയി കണ്ട് സംസാരിക്കുക, അവര് പറഞ്ഞിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, മീനാക്ഷി മിത്രയും എന്ന് പറയണം. അങ്ങനെ അനു അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ.
മീനാക്ഷി മിത്രയും നമ്മൾ അനുവിനെയും കാത്തു നിൽക്കുന്നുണ്ട്. ധർമ്മൻ ആ സമയത്ത് അവിടെ ഇല്ല കേട്ടോ. ധർമ്മൻ പുറത്താണ്, ഇവര് മാത്രമേ അമ്പലത്തിൽ കയറിയിട്ടുള്ളൂ. അപ്പൊ മിത്ര വേഗം തന്നെ നമ്മുടെ അനുവിന്റെ വന്നിട്ട്, അനു മോളെ നിനക്ക് എങ്ങനെയുണ്ട് മോളെ, സുഖമാണോ? അവിടെ എന്റെ അച്ഛനും അമ്മയൊക്കെ നല്ലവരാണ്, നിന്നെ നല്ല രീതിയിൽ തന്നെയല്ലേ പെരുമാറണത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ എടുത്തി എന്താ മീനാക്ഷി അടുത്തൊന്നും മിണ്ടാത്തത് എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞിട്ട്, ഇത്രയും നേരം നിന്നോട് എന്തൊക്കെ സംസാരിക്കണം, നിന്നോട് എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നതാണ്. പക്ഷെ നിന്നെ കണ്ടപ്പോഴല്ലോ എനിക്ക് ആ ദേഷ്യം കൂടി കൂടി വരാൻ തുടങ്ങി. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. നീ എന്റെ മുമ്പിൽ നിന്ന് പോവാണേ നല്ലത്. എനിക്ക് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരിക. നീ കാരണം ആ കുടുംബം ഇപ്പൊ എങ്ങനെയാ ഉള്ളതെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ ഇന്നലെ കുടിച്ചാണ് വന്നത്, അത് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് എങ്ങനെ തോന്നി മോളെ അവനെ വിവാഹം കഴിക്കാനായിട്ട്? അപ്പൊ അനു പറയണ്ട്, അത് അവനെ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനില്ലെങ്കിൽ അലോക് മരിച്ചു കളയുമെന്ന് പറഞ്ഞു. അതാ എടുത്തി, വേണ്ട, കള്ളം, പച്ചക്കള്ളം. നീ അവനെ സ്നേഹിക്കുന്നില്ല, അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മീനാക്ഷി പറയുമ്പോൾ മിത്ര പറയണ്ട, അതെ അതെ, ഇന്നലെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ താലി എടുത്ത് കാണിച്ചില്ലേ? ആ സമയത്ത് അലോകിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അവൻ ആകെ ഷോക്ക് അടിച്ച പോലെ നിന്നത്. അവൻ എന്തോ അറിയാത്ത പോലെ ഒരു മാരേജ് നടന്ന പോലെ അവന്റെ പെരുമാറ്റം. അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. സത്യം പറ മോളെ, എന്താ കാര്യം? നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ അവൻ വിവാഹം കഴിച്ചത്? അതോ നിങ്ങൾക്കിടയിൽ ഇന്നലെ രാത്രി വേറെന്തെങ്കിലും നടന്നോ? അവൻ ഭീഷണിപ്പെടുത്തി നിന്നെ വേറെ ദേഹോപദ്രവോ അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ മീനാക്ഷി ചോദിക്കണം. അതുകൊണ്ടാണ് നീ അവനെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. അവൻ നിന്നെ ഉപദ്രവിച്ചോ വേണ്ടാത്ത രീതിയിൽ? അയ്യോ എടുത്തി, അങ്ങനെയൊന്നുമില്ല. അയാൾ എന്നെ ഇന്നലെ രാത്രി തൊട്ടുപോലുമില്ല. പിന്നെ എന്താ മോളെ നിന്റെ സ്വഭാവം ഇങ്ങനെ പെട്ടെന്ന് മാറിയത്? അത് എടുത്തി, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ. മറ്റേ എഡിറ്റഡ് ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ടോ, ഓഹോ അപ്പൊ എഡിറ്റഡ് ഫോട്ടോ കാണിച്ച് ഇതിനെ ഭീഷണിപ്പെടുത്തി എന്നെ വിവാഹം കഴിച്ചതാണല്ലേ? എല്ലാം എടുത്തി, അതൊന്നുമല്ല. എഡിറ്റഡ് ഫോട്ടോ കാണിച്ചു, പിന്നെ എന്നോട് ഞാൻ മാപ്പ് പറഞ്ഞ എല്ലാം ക്ഷമിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ മാപ്പ് പറയാൻ വേണ്ടി പുറത്തേക്ക് പോയി. ആ സമയത്ത് അലോകിന്റെ ഗുണ്ടകൾ വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഞാൻ ഇവിടേക്ക് വന്നിട്ട് ആ താലിമാല ഞാൻ തന്നെയാണ് എടുത്ത് അണിഞ്ഞത് എന്നൊക്കെ അനു പറയണ്ട്. അപ്പോ മീനാക്ഷി ചോദിക്കണ്ടെങ്കിൽ ആ താലിമാല വലിച്ചൂരി നീ വീട്ടിലേക്ക് വാടി എന്ന് പറയുമ്പോ എന്തിനാ എടുത്തി? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? നാട്ടുകാരുടെ മുമ്പിലുള്ള നാണക്കേട് മാറോ? നാട്ടുകാർ എന്തൊക്കെ കഥ പറയും? ഞാൻ വീട്ടിൽ വന്ന് നിന്നാലേക്കും കൂടുതൽ മോശം കഥ പറയാൻ പോണത്. ഇപ്പൊ അലോകിന്റെ ഭാര്യ എന്നുള്ള പേരെങ്കിലും ഉണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അലോകിന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നാണക്കേട്. അതുകൊണ്ട് എടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ എല്ലാത്തിനും കാരണക്കാരി സുകന്യടുത്തിയാണ്. സുകന്യയോ? അതെ. അതെന്താ? അലോകിന്റെ ഫോൺ വരുമ്പോഴൊക്കെ എനിക്ക് കൊണ്ടും തരുമായിരുന്നു. അങ്ങനെ ഞാൻ അലോകിനോട് സംസാരിച്ചത്. നീ അല്ലാതെ ആരെങ്കിലും ഈ കാര്യം സുകന്യടുത്ത് പറയോ എന്ന് മിത്ര ചോദിക്കണം. അവര് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമാണ്. എന്തിനാ മോളെ നീ സുകന്യടുത്ത് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞൂടെ? ഈ സത്യം ഇപ്പൊ തന്നെ അച്ഛനോടും അമ്മയടുത്തൊക്കെ പറഞ്ഞു. നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അനു പറഞ്ഞില്ല, എടുത്ത് ഞാൻ വരില്ല, ഇതിപ്പോ ഇങ്ങനെ തന്നെ ഇരിക്കും, എനിക്ക് പകരം വീട്ടണം എന്ന് അനു പറയണം. അനുവിന്റെ കൂടെ പകരം വീട്ടാൻ മിത്രയും മീനാക്ഷിയും കൂടെ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോയിട്ട്. ഇത് തമിഴിൽ എക്സാക്ട് ഭാഗമാണ്. ഇത് നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്ന 100% ഷുവർ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലേ. തമിഴിലെ റിവ്യൂ പറയുമ്പോൾ ഒരുപാട് പേര് തമിഴ് റിവ്യൂ എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ കേട്ട് നോക്കൂ. ഞാൻ പക്ഷേ തമിഴിലെ എക്സാക്ട് ഭാഗം തന്നെയാണ് മലയാളത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ തമിഴ് റിവ്യൂ പറഞ്ഞു കേട്ടോ. ഈ ഭാഗം എന്തായാലും വരും, അത് ഉറപ്പാണ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.